സാധാരണക്കാരൻ്റെ വിശപ്പകറ്റാൻ പോയ ഒരു പാവപ്പെട്ട വ്യക്തിയെ സാധാരണക്കാർ തന്നെ കൂടി ചേർന്ന് ഏറലാക്കുന്ന എന്തൊരു കഷ്ടമാണല്ലേ ശരിയെ. ശുദ്ധ പരിഹാസമായിട്ട് തന്നെ പറഞ്ഞാണ് മൃണാളിനെ പറ്റി. പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. വേറെ പോയി എവിടെ കഴിച്ചോണം, വേറെ പോയി കഴിച്ചോണം. പുള്ളി റിച്ച് ഇട്ടല്ല, പിന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് പുള്ളി ഫുഡ് കൊടുക്കത്തില്ല, പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കത്തില്ല. സാധാരണക്കാർ, പാവപ്പെട്ട സാധാരണക്കാർക്ക് ഒരു കയ്യബദ്ധം അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ കമ്മം കുമ്മം തിന്നും, എല്ലായിടത്തും പോയി കിടന്ന്. എന്നിട്ട് ഓരോ ഇവൻ സാമ്പാറിലെ കരിവേപ്പില അല്ലെങ്കിൽ മീൻകറിയിലെ കരിവേപ്പിലെ കുറിച്ചും കുടമ്പുളിയെ കുറിച്ചും വരെ കുറ്റം പറയും. ഇതാണ് പുള്ളിയുടെ ഒരു സ്വഭാവം. വലിയ തറവാട്ടുകാരാ. എന്ത് കാര്യം, സദ്യ പോരാ. കുഴപ്പമൊന്നുമില്ലോ. അത് നല്ല സദ്യ ഉണ്ണാത്തോണ്ട് തോന്നുക. സാമ്പാറിലെല്ലാ കഷ്ണങ്ങളുണ്ടോ? കൂട്ടുകറിക്കാണെ പുക വേണം, പായസത്തിനാണെ മധുരം പോരാ. അപ്പൊ അടുത്ത ആഴ്ച രാഘമാഷിന്റെ മോളെ ഇപ്പൊ ജയ് ഒരു ബിരിയാണി മേടിച്ചെങ്കിൽ അതിന്റെ കച്ചമ്പറിന് പോയി അടുത്ത പൈസ കൊടുത്ത് മേടിക്കണം, വെള്ളത്തിന് അടുത്ത പൈസ കൊടുത്ത് മേടിക്കണം, അച്ചാറിന് പൈസ കൊടുത്ത് മേടിക്കണം. ഇതൊക്കെയാണ് അവസ്ഥ. തരല്ലത്, ഇത് വേറെ തലാണ്, നമ്മള് വേറെ തരാണ്. നമ്മള് വെറുതെ എന്തിനാ വട്ടാണല്ലേ. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഹംഗ്രി മൃണാള് മറ്റേ ആംഗ്രി ആയിട്ട് ഓടി നടക്കാണ്. ചേട്ടാ, ബിരിയാണി ഒക്കെ ശോകമാണല്ലോ എന്റെ പൊന്നുമോനെ. അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ. നീക്ക് എവിടുന്ന് വരുന്നടാ? നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല. അനിയനായിട്ട് എന്നെ അപമാനിക്കരുത്. അനിയൻ എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ, ചെയ്തു തരും. ഈ കേടിയായിട്ട് ജീവിക്കുന്നതില് ഒരു പ്രത്യേക സുഖമുണ്ട്.